സങ്കീർത്തനങ്ങൾ അധ്യായം 78. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ ജനമേ, എൻ്റെ പ്രമാണത്തിന് ചെവി കൊടുത്ത് അവയെ അനുസരിപ്പിൻ. എൻ്റെ വായിലെ വചനങ്ങൾക്ക് നിങ്ങൾ ചെവി ചായിപ്പിൻ. എന്തെന്നാൽ ഇതാ, ഞാൻ എൻ്റെ വായി ഉപമകളുമായി തുറക്കും. ആദ്യം മുതലുള്ള സാമ്യങ്ങളെ പറയും. അവ ഞങ്ങൾ കേട്ടറിയുകയും ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വിവരമായി അറിയിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ മഹത്വവും തൻ്റെ ശക്തിയും താൻ ചെയ്തിട്ടുള്ള അതിശയങ്ങളും നാം അവരുടെ മക്കളിൽ നിന്ന് മറയ്ക്കാതെ പിൻതലമുറയോട് അറിയിക്കേണ്ടതിനാകുന്നു. നമ്മുടെ പിതാക്കന്മാരോട് താൻ കൽപ്പിച്ച പ്രകാരം യാക്കോബിൽ തൻ്റെ സാക്ഷിയെ നിയമിച്ചു. ഇസ്രായേലിൽ തൻ്റെ വേദപ്രമാണത്തെയും കൽപ്പിച്ചു. അത് അവർ അവരുടെ മക്കളോട് അറിയിപ്പാനും ജനിച്ചുണ്ടാകുന്ന മക്കളായ പിൻതലമുറ അറിഞ്ഞ് അവരുടെ മക്കളോട് അറിയിപ്പാനുമാകുന്നു. ഇപ്രകാരം അവരുടെ ശരണം ദൈവത്തിൽ ആകുവാനും ദൈവത്തിൻ്റെ ക്രിയകളെ അവർ മറക്കാതെ തൻ്റെ കൽപ്പനകളെ ആചരിപ്പാനുമാകുന്നു. ഹൃദയം ഒരുക്കാതെയും ആത്മാവിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാതെയും ഇരുന്ന തലമുറയായി ദോഷമുള്ളതും വെറുപ്പിക്കുന്നതുമായ തലമുറയാകുന്ന പിതാക്കന്മാരെ പോലെ അവർ ആകാതിരിക്കേണ്ടതിനാകുന്നു. ആണ് തൊടുത്ത് വില്ലുകൊണ്ട് എയ്ത അപ്രേമിന്റെ പുത്രന്മാർ യുദ്ധ ദിവസത്തിൽ തിരിച്ചുപോയി. എന്തെന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അവർ അനുഷ്ഠിച്ചില്ല. തന്റെ വേദപ്രമാണപ്രകാരം നടപ്പാൻ അവർ കനിഷ്ഠവുമായിരുന്നു. അവരെ കാണിച്ചിട്ടുള്ള തൻ്റെ ക്രിയകളെയും അത്ഭുതങ്ങളെയും അവർ മറന്നു. താൻ മിസ്രയീം ദേശത്തും സോവാൻ വയലുകളിലും വച്ച് അവരുടെ പിതാക്കന്മാരുടെ മുമ്പാകെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. താൻ കടലിനെ വിഭാഗിച്ച് അവരെ കടത്തി വെള്ളത്തെ പാത്രങ്ങളിൽ എന്ന പോലെ നിർത്തി. താൻ അവരെ പകൽ മേഘത്തിൽ കീഴും രാത്രി മുഴുവനും അഗ്നിശോഭയിൻ കീഴും നടത്തി. താൻ മരുഭൂമിയിൽ തീക്കല്ല് വിളർന്നു വലിയ അഗാധത്തിൽ നിന്നെന്ന പോലെ അവരെ കുടിപ്പിച്ചു. കല്ലിൽ നിന്ന് ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. നദികൾ പോലെ വെള്ളം ഒഴുകിയും പിന്നെയും ജനം ആർത്തി നിമിത്തം പാപം ചെയ്തു അത്യുന്നതിനെ വെറുപ്പിച്ചു. അവരുടെ പ്രാണനായി ഭക്ഷണം ചോദിച്ചു. അവരുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി പെറുപെറുത്തു. വനത്തിൽ നമുക്ക് മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് പറഞ്ഞു. അവൻ തീക്കല്ലിനെ അടിച്ചു. വെള്ളം ഒഴുകി തോടുകളായി കവിഞ്ഞൊഴുകി. എങ്കിലും നമുക്ക് അപ്പം തരുവാൻ തനിക്ക് കഴിയുമോ? അവന്റെ ജനത്തിന് മാംസം തയ്യാറാക്കുമോ? കർത്താവ് ഇത് കേട്ട് കോപിച്ചു. യാക്കോബിൽ തീ പിടിച്ചു. ഇസ്രായേലിൽ കോപം ബാധിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, തന്റെ രക്ഷയെ അറിയിച്ചുമില്ല. താൻ മേലിൽ നിന്ന് മേഘങ്ങളോട് കൽപ്പിച്ചു. ആകാശവാതിലുകൾ തുറക്കപ്പെട്ടു. അവർക്ക് ഭക്ഷിപ്പാൻ താൻ മന്ന വർഷിപ്പിച്ചു. ആകാശത്തിലെ അപ്പം അവർക്ക് കൊടുത്തു. മാലാഖമാരുടെ ആഹാരം മനുഷ്യൻ ഭക്ഷിച്ചു. താൻ അവർക്ക് തൃപ്തി വരുവോളം കാടപ്പക്ഷിയെ അയച്ചു. താൻ ആകാശത്തിൽ കാറ്റൂതിച്ചു. തൻ്റെ ശക്തി കൊണ്ട് തെക്കൻ കാറ്റിനെയും അടുപ്പിച്ചു. താൻ പൊടി പോലെ മാംസവും സമുദ്രതീരത്തിലെ മണൽ പോലെ ചിറകുള്ള പക്ഷിയെയും
വർഷിപ്പിച്ചു. അവരുടെ പാളയങ്ങളിലും അവരുടെ കൂടാരങ്ങൾക്കു ചുറ്റും അവ വീണു. അവർ ഭക്ഷിച്ച് എത്രയും തൃപ്തന്മാരായി. അവരുടെ ആർത്തി പോലെ താൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അവരുടെ ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവകോപം അവരുടെ നേരെ ജ്വലിച്ചു. പുഷ്ടിയുള്ളവരിൽ ചിലരെ കൊന്നു. ഇസ്രായേലിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സംഹരിച്ചു. ഇവയിലെല്ലാം അവർ പാപം ചെയ്തു. പിന്നെയും തന്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കാതിരുന്നു. അവർ അവരുടെ ദിവസങ്ങളെ നിഷ്ഫലമായും അവരുടെ സംവത്സരങ്ങളെ ക്ഷണത്തിലും കുഴിച്ചും കൂട്ടി. താൻ അവരെ കൊന്നപ്പോൾ അവർ തന്നെ അന്വേഷിക്കുകയും അതിവേഗത്തിൽ തിരുസന്നിധിയിൽ തിരിച്ചു ചെല്ലുകയും ചെയ്തു. ദൈവം അവരുടെ സഹായകനും അത്യുന്നതനായ ദൈവം അവരുടെ രക്ഷകനും എന്ന് അവർ ഓർത്തു. അവർ വായ്കൊണ്ട് തന്നെ സ്നേഹിച്ചു. അവരുടെ നാവുകൊണ്ട് തന്നോട് വ്യാജം പറഞ്ഞു. അവർ അവരുടെ ഹൃദയം താങ്കൾ സ്ഥിരമാക്കിയില്ല. തന്റെ ഉടമ്പടിയോട് അവർ വിശ്വസ്തത കാണിച്ചില്ല. കരുണയുള്ളവനും പാപങ്ങളെ മോചിക്കുന്നവനും നശിപ്പിക്കാത്തവനും തന്റെ കോപം വളരെ അടുക്കുന്നവനും തന്റെ കോപമെല്ലാം ഉണർത്താത്തവനും ആയവൻ അവർ ജഡവും തിരിച്ചു വരാതെ കടന്നു പോകുന്ന കാറ്റുമാകുന്നു എന്ന് ഓർത്തു. അവർ മരുഭൂമിയിൽ വച്ച് അവനെ വെറുപ്പിച്ചു. വിജനദേശത്ത് വച്ച് തന്നെ കോപിപ്പിച്ചു. വീണ്ടും അവർ ദൈവത്തെ പരീക്ഷിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. ഞെരുക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച തന്റെ തൃക്കൈയെയും ദിവസത്തെയും അവർ ഓർത്തില്ല. മിസ്രയീമിൽ തന്റെ അടയാളങ്ങളും സോവാൻ വയലിൽ തന്റെ അത്ഭുതങ്ങളും പ്രവർത്തിച്ചതും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ നദികളെയും തോടുകളിലെയും വെള്ളം രക്തമാക്കി തീർത്തതും പലവിധ പ്രാണികളെ അയച്ച് അവരെ ഉപദ്രവിച്ചതും തവളകൾ കൊണ്ട് അവരെ നശിപ്പിച്ചതും അവരുടെ വിളവ് വെട്ടുക്കിളിക്കും അവരുടെ അധ്വാനം കരിമ്പുഴുവിനും കൊടുത്തതും അവരുടെ മുന്തിരിത്തണ്ടുകളെ കൽമഴ കൊണ്ടും അവരുടെ അത്തിവൃക്ഷങ്ങളെ ഹിമക്കട്ടകൾ കൊണ്ടും തകർത്തു കളഞ്ഞതും അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടത്തെ ഇടിമിന്നലുകൾക്കും ഏൽപ്പിച്ചതും അവരുടെ മേൽ തന്റെ ഉഗ്രകോപത്തെയും ക്രോധത്തെയും ദ്വേഷത്തെയും ഞെരുക്കത്തെയും അയച്ചതും ദുർദൂതനെ അയച്ച് ദോഷകരമാർഗങ്ങളെ തുറന്നും ദുർദൂതനെ അയച്ചും ദോഷകരമാർഗങ്ങളെ തുറന്നും അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിരോധിക്കാതെ ജീവജന്തുക്കളെ മൃത്യുവിനേൽപ്പിച്ചതും ഹാമിന്റെ കൂടാരത്തിൽ സർവസന്താനങ്ങളുടെയും ആദ്യഫലമായ മിസ്രയീമിലെ ആദ്യജാതന്മാരെയെല്ലാം കൊന്നതും എന്നാൽ തന്റെ ജനത്തെ ആടുകളെ പോലെ പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൂടി ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയതും അവരെ ഭയം കൂടാതെ പ്രത്യാശയിൽ വസിപ്പിച്ചതും അവരുടെ ശത്രുക്കളെ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞതും തന്റെ പരിശുദ്ധ സ്ഥലത്തിന്റെ അതിർത്തിക്കുള്ളിലേക്കും തന്റെ വലത്തുകൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും അവരെ കൊണ്ടുവന്നതും ജാതികളെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച് ചരടുകൊണ്ട് അവകാശം ഭാഗിച്ചു കൊടുത്ത് ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ വസിപ്പിച്ചതും അവർ ഓർത്തില്ല. അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു വെറുപ്പിച്ചു. തന്റെ സാക്ഷ്യങ്ങളെ അനുസരിച്ചില്ല.
അവർ അവരുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞു. വ്യാജം പ്രവർത്തിച്ചു വഞ്ചനയുള്ള വില്ലുപോലെ അവർ തിരിഞ്ഞു കളഞ്ഞു. അവരുടെ കാവുകൾ കൊണ്ട് തന്നെ കോപിപ്പിച്ചു. അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ട് തന്നെ വൈരാഗ്യപ്പെടുത്തി. ദൈവം കേട്ടു കോപിച്ചു. ഇസ്രായേലിന്റെ നേരെ തനിക്ക് എത്രയും ക്രോധമുണ്ടായി. മനുഷ്യരുടെ ഇടയിൽ താൻ വസിച്ച കൂടാരമായ ശിലോയുടെ കൂടാരത്തെ മറന്നു. തന്റെ ജനത്തെ അടിമയിലേക്കും തന്റെ മഹത്വത്തെ ഞെരുക്കുന്നവന്റെ കയ്യിലേക്കും കൊടുത്തു. താൻ തന്റെ ജനത്തെ വാളിനേൽപ്പിച്ചു. തന്റെ അവകാശത്തെ കുറിച്ച് താൻ മൗനമായിരുന്നു. അവരുടെ യൗവനക്കാരെ അഗ്നി ഭക്ഷിച്ചു. അവരുടെ കന്യകമാർ വിവാഹപ്പാട്ടില്ലാതെ അഴലുന്നവരായി തീർന്നു. അവരുടെ ആചാര്യന്മാർ വാളുകൊണ്ടു വീണു. അവരുടെ വിധവമാർ വിലപിച്ചതുമില്ല. കർത്താവ് ഉറങ്ങിയവനെ പോലെയും വീഞ്ഞിനാൽ ശക്തി പ്രാപിച്ച മനുഷ്യനെ പോലെയും ഉണർന്നു. താൻ തന്റെ ശത്രുക്കളെ തന്റെ പിന്നിലേക്കടിച്ചു വീഴിച്ചു. അവരെ ലോകത്തിന് നിന്നയാക്കി തീർത്തു. താൻ യൗസേപ്പിന്റെ കൂടാരത്തെ നിരസിച്ചു. അഫ്രേമിന്റെ ഗോത്രത്തോട് തനിക്ക് അനുകൂല്യമുണ്ടായില്ല. താൻ സ്നേഹിച്ച സിഹ്യോൻ പർവ്വതത്തെ, യഹൂദായുടെ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ഉയർന്ന സ്ഥലത്ത് തന്റെ ശുദ്ധ സ്ഥലം പണിതു. ഭൂമിയിൽ എന്നേക്കുമായി അതിനെ സ്ഥിരപ്പെടുത്തി. തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻകൂട്ടത്തിൽ നിന്നും മുല കുടിപ്പിക്കുന്ന ആടുകളുടെ പിന്നിൽ നിന്നും അവനെ കൊണ്ടുപോയി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്പാൻ തന്നെ. അവൻ തന്റെ ഹൃദയപരമാർത്ഥതയോടെ അവരെ മേയിച്ചു. അവന്റെ കൈകളുടെ സാമർത്ഥ്യം കൊണ്ട് അവരെ ഭരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ